ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ളതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റവ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് റെസിപ്പി കാണാൻ വേണ്ടി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് തൈരും 3/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. തൈരും പഞ്ചസാരയും നന്നായി മിക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ അതിലേക്ക് 1/4 കപ്പ് ഓയിലും 1 ടീസ്പൂൺ വനില എസൻസും ചേർത്ത് കൊടുക്കുക. ഓയിൽ നന്നായി മിക്സ് ആയതിനു ശേഷം പിന്നെ അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുക്കാത്തതായാലും വറുത്തതായാലും കുഴപ്പമില്ല. ഞാനിവിടെ വറുത്തതാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. അത് നന്നായി മിക്സാക്കി എടുക്കാം. പിന്നെ അത് നല്ല സ്മൂത്ത് ബാറ്റർ ആയി കഴിഞ്ഞാൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 10 മിനിറ്റ് ശേഷം റവ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് മൂന്നും നന്നായി അരിച്ചെടുക്കാം. പിന്നെ വീണ്ടും 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. സ്മൂത്ത് ബാറ്റർ ആവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പാല് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നന്നായി ഇത് മിക്സാക്കി കൊടുക്കണം. ഇത് സ്മൂത്ത് ബാറ്റർ ആവുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ശേഷം ബേക്ക് ചെയ്യുന്ന ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബാറ്ററിൽ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ 20 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്കാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റും സോഫ്റ്റും മോയിസ്റ്റുമായിട്ടുള്ള റവ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്.